ഹലോ വെൽക്കം ടു റോമസ്. അപ്പോൾ നമ്മുടെ ബയോളജി സീരീസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്നലെ നമ്മൾ സെൽ ബയോളജി കണ്ടായിരുന്നു, അതിന് മുന്നേ ഹ്യൂമൻ ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ പ്ലാന്റ് ബയോളജിയുടെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മലയാളം ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളത്തിലും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചില നമ്മൾ അതായത് ഈ സെൽ ഓർഗൻസ് ഒക്കെ ഉണ്ടല്ലോ, അതും പിന്നെ ചില ഓർഗൻസ് ഒക്കെ നമുക്ക് ആ ഒരു ബയോളജിക്കൽ ടേമിൽ തന്നെ പറയാൻ പറ്റും. അതിന് ചിലപ്പോൾ മലയാളം വേർഡ്സ് കാണില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ളത് നമ്മൾ ആ ബയോളജിക്കൽ ടേംസ് ഒക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഡിസീസ് ഒക്കെ ആണെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന വൈറസുകൾ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആ ഒരു ബയോളജിക്കൽ ടേംസിൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് അത് എഴുതിയെടുക്കുക. ഏത് അങ്ങനെ ഇപ്പോൾ ഒരു ബയോളജിക്കൽ ടേം പറയുകയാണെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മലയാളത്തിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എക്സ്പ്ലനേഷൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും തരുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. പ്ലാന്റ് ബയോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Which part of the plant conducts water from roots to leaves? അതായത് സസ്യത്തിന്റെ ഏത് ഭാഗമാണ് വേരുകളിൽ നിന്നും അതായത് ഇലകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്? ഏത് ഭാഗമാണ് വേരുകളിൽ നിന്ന് ഇലയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫ്ലോയം ആണോ, സൈലം ആണോ, ക്യാമ്പിയം ആണോ, കോർട്ടെക്സ് ആണോ? ഇതിൽ നമുക്ക് ഏതൊക്കെ ഒമിറ്റ് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് ഏതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും? കോർട്ടെക്സ് ആണോ? കോർട്ടെക്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് പ്ലാന്റ്സിന് ഒരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട്, റിജിഡിറ്റി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? കോർട്ടെക്സ്. അപ്പൊ കോർട്ടെക്സ് അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ക്യാമ്പിയം എന്താണ്? തിക്നെസ്, അതായത് അതിന്റെ വീതിയില്ലേ, വീതി തിക്നെസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്യാമ്പിയം. അപ്പൊ ക്യാമ്പിയം അല്ലെന്നും നമുക്ക് ഉറപ്പിക്കാം. പിന്നെ വരുന്ന ആരാ? ഫ്ലോയം ഉണ്ട്, സൈലം ഉണ്ട് അല്ലേ. അപ്പൊ ഫ്ലോയം എന്താണ്? ഫ്ലോയം എന്ന് പറഞ്ഞാൽ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലോയം. അപ്പൊ എന്താണ്? ഫ്ലോയം അല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ആൻസർ ഒബിയസ്ലി എങ്ങോട്ടേക്ക് പോകും? സൈലം. സൈലമാണ് കറക്റ്റ് ആൻസർ. സൈലത്തിൽ നിന്നാണ് നമ്മളുടെ വാട്ടറും അതേപോലെ തന്നെ മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആരാണ്? നമ്മുടെ സൈലമാണ് കേട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ സൈലമാണ്. നമുക്ക് ആൻസർ നോക്കാലോ. സൈലമാണ് വാട്ടറും മിനറൽസും എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ എല്ലാ പാർട്സിലേക്കും എത്തിക്കുന്നത്. ഫ്ലോയം എന്താണ്? ഫുഡാണ് ക്യാരി ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് വെച്ചിരിക്കുക. ഫ്ലോയം എപ്പോഴും ഫുഡാണ്. ഫുഡ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. സൈലം വാട്ടറും മിനറൽസും ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ദ പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഫുഡ്. അതാ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രീൻ പ്ലാന്റ്സ് അതായത് ഇലച്ചെടികൾ എങ്ങനെയാണ് നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആ പ്രക്രിയയെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പോലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. റെസ്പിറേഷൻ ആണ് ആദ്യത്തേത് വന്നേക്കുന്നത്. പിന്നെ ട്രാൻസ്പിറേഷൻ വന്നിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ് വന്നിട്ടുണ്ട്, അതേപോലെ ജെർമിനേഷൻ വന്നിട്ടുണ്ട് അല്ലെ. റെസ്പിറേഷൻ എന്താണ്? അതായത് പ്ലാന്റ്സിൽ വരുമ്പോഴത്തേന് റെസ്പിറേഷൻ, അനിമൽസിൽ വരുമ്പോഴത്തേന് ഡിഫറൻസ് ഉണ്ട്. പ്ലാന്റ്സിലാണെങ്കിൽ എന്താണ്? നമ്മളുടെ പുറത്തുള്ള എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുത്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നതാണ് എന്ത്? പ്ലാന്റ്സിൽ നടക്കുന്ന റെസ്പിറേഷൻ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ആനിമൽസിൽ നടക്കുന്ന റെസ്പിറേഷൻ അല്ലെ. ഇവരെ പുറത്തേക്ക് വിടുന്ന ഓക്സിജനാണ് എന്ത്? നമ്മൾ എടുത്തിട്ട് നമ്മൾ റെസ്പയർ ചെയ്യുന്ന. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ റെസ്പിറേഷൻ അല്ലെന്ന്, അത് ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയ അല്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ റെസ്പിറേഷൻ അല്ല. പിന്നെ എന്താ വരുന്നത്? ട്രാൻസ്പിറേഷൻ എന്താണ്? നമ്മളുടെ ഇലകളിൽ നിന്നൊക്കെ, ഇലകളിന്റെ ടിപ്സിൽ നിന്ന് എന്താണ്? ആ അഗ്രകോണുകളിൽ നിന്നും വെള്ളം ലോസ് ആവാറുണ്ട്. ഡ്രോപ്ലെറ്റ്സ് പോലെ വെള്ളത്തുള്ളികൾ നഷ്ടമാവാറുണ്ട്, ലോസ് ആവാറുണ്ട്. അതിന് പറയുന്ന ആ പ്രക്രിയയെ പറയുന്നതാണ് എന്ത്? ട്രാൻസ്പിറേഷൻ. അപ്പൊ അതും ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയ അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ട്രാൻസ്പിറേഷൻ ക്യാൻസൽ ചെയ്തു. പിന്നെ വരുന്ന ഫോട്ടോസിന്തസിസും ജെർമിനേഷനുമാണ്. ജെർമിനേഷൻ എന്താണ്? നമ്മുടെ സീഡ്സിലെ അതായത് വിത്തുകൾ മുളച്ച് അതൊരു പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്നതിനാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ എൻവയോൺമെന്റും അതിന് ഒത്തു നിൽക്കണം. അതായത് ഈ സീഡ് പൊട്ടി മുളയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ്? അതിന് പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ, സൺലൈറ്റ്, അങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയി അത് ജെർമിനേറ്റ് ചെയ്ത് വരുന്ന ആ പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്? ജെർമിനേഷൻ. വിത്ത് മുളയ്ക്കുന്നതിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അത് ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയ അല്ല. അതിനെ
കൊണ്ട് ഈ ആൻസറും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആൻസർ എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ്. അതായത് നമ്മുടെ സൺലൈറ്റിന്റെയും വാട്ടറിന്റെയും ആരുടെയാ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ എന്താണ് ഓക്സിജനെ പുറത്തോട്ട് വിടുന്നു, അതേപോലെ തന്നെ എന്താണ് ഗ്ലൂക്കോസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് കേട്ടോ. മറന്നു വരുത്, ഫോട്ടോസിന്തസിസ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രക്രിയ കേട്ടോ. നമുക്ക് നോക്കാലോ ആൻസർ. ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് വെയർ എന്താണ് പ്ലാന്റ്സ് യൂസ് സൺലൈറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മുടെ സൂര്യപ്രകാശവും വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും യൂസ് ചെയ്തിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസും അതേപോലെ ഓക്സിജനും ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ എന്താണ് പുറത്തേക്ക് വിടും, അത് നമ്മൾ ശ്വസിക്കും. ഈ ഗ്ലൂക്കോസിന് എന്താണ് അത് സ്റ്റോർ ചെയ്യും, സ്റ്റാർച്ചിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെയാണ് ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഫോട്ടോസിന്തസിസ് ആണ് പ്രോസസ്സിന്റെ പേര് കേട്ടോ. വിച്ച് പിഗ്മെന്റ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്? നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഫോട്ടോസിന്തസിന്റെ ക്വസ്റ്റ്യൻ കണ്ടു. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. ഈ ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് സഹായിക്കുന്ന പിഗ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം, ആന്തോസയാനിൻ ആണോ, ക്ലോറോഫിൽ ആണോ, കരോട്ടിൻ ആണോ, സാന്തോഫിൽ ആണോ? ഇതിൽ ഓരോന്നിന്റെയും പിഗ്മെന്റിൽ ഏത് കളറാ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലെ. എന്താ ആന്തോസയാനിൻ ഏത് കളറൊക്കെയാ കൊടുക്കുന്നത്? റെഡ്, അതേപോലെ പർപ്പിള്, ബ്ലൂ, ബ്ലാക്ക് ഒക്കെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്തോസയാനിൻ ആണ്. ഈ കളറൊക്കെ കൊടുക്കുന്നത് ആന്തോസയാനിൻ ആണ്. ക്ലോറോഫിൽ എന്താണ്? ഗ്രീൻ കളറാണ് കേട്ടോ, ഗ്രീൻ കളറാണ്. ക്യാരറ്റ് എന്ന് ഓർത്താൽ മതി. ക്യാരറ്റിന്റെ കളർ എന്താണ്? ഓറഞ്ച് ആണ്. അപ്പൊ കരോട്ടിൻ എന്താണ്? ഓറഞ്ച് യെല്ലോ ആണ് വരുന്നത് കേട്ടോ. ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് നമ്മുടെ കരോട്ടിൻ പിഗ്മെന്റ്. അതേപോലെ സാന്തോഫിൽ എന്താണ്? യെല്ലോ കളർ പിഗ്മെന്റിനാണ് സാന്തോഫിൽ കേട്ടോ. ഇത്രയും പിഗ്മെന്റ്സ് ആണ് നമുക്ക് വരുന്നത്. അതായത് റെഡ് കളർ, പർപ്പിള്, ബ്ലൂ, ബ്ലാക്ക് ഒക്കെ കൊടുക്കുന്നത് ആന്തോസയാനിൻ ആണ്. ക്ലോറോഫിൽ ഗ്രീൻ കളർ ആണ്. കരോട്ടിന്റെ പിഗ്മെന്റ് ഏതാണ്? ഓറഞ്ച് ടു യെല്ലോ കളർ വരുന്നുണ്ട്. സാന്തോഫിൽ ഏതാണ്? യെല്ലോ കളറാണ്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഫോട്ടോസിന്തസിസ് അറിയാം, നമ്മൾ ഗ്രീൻ പ്ലാന്റ്സിന്റെ ആണെന്നറിയാം. അപ്പൊ ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഏത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും? ആൻസർ ഏതാണ്? ക്ലോറോഫിൽ ആണ് കേട്ടോ. ക്ലോറോഫിൽ ആണ് നമ്മുടെ ആൻസർ. നോക്കാമല്ലോ നമുക്ക് ആൻസർ. ബാക്കിയെല്ലാം എന്താണ്? വേറെ കളർ പിഗ്മെന്റ്സ് ആണ്. അതുകൊണ്ട് ക്ലോറോഫിൽ ആണ് നമ്മുടെ ഫോട്ടോസിന്തസിസിന്, ഗ്രീൻ പ്ലാന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്ന. അതുകൊണ്ട് ഗ്രീൻ കളർ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. ആൻസർ നമ്മൾ ചൂസ് ചെയ്തു. ക്ലോറോഫിൽ ആണ് സൺലൈറ്റ് എനർജി അബ്സോർവ് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് സൂര്യപ്രകാശം ഇല്ലേ, സൂര്യപ്രകാശത്തിനെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് ആ സൂര്യപ്രകാശത്തിനെ എന്താക്കി മാറ്റും? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മളുടെ ക്ലോറോഫിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The plant tissue responsible for growth in length. അതായത് നീളം കൂടാൻ സഹായിക്കുന്ന പ്ലാന്റ് ടിഷ്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കലകളാണ് നമ്മളുടെ എന്താണ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? നീളം കൂടാൻ വേണ്ടിയിട്ട്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ തിക്നെസ്സും വരാം, ലെങ്തും വരാമല്ലോ. അപ്പൊ നീളം കൂടാൻ സഹായിക്കുന്ന ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ മെരിസ്റ്റമാറ്റിക്, ഇതിൽ ഓപ്ഷൻസ് കണ്ടില്ലേ? അപ്പിക്കൽ വരുന്നുണ്ട്, ലാറ്ററൽ വരുന്നുണ്ട്, ഇന്റർകാലറി വരുന്നുണ്ട്, കോർ കാമ്പിയം വരുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം ഇല്ലേ, മൂന്നെണ്ണം എന്തിന്റെ ഡിവിഷൻ ആണ്? നമ്മളുടെ മെരിസ്റ്റമാറ്റിക് കലകളുടെ 3 ഡിവിഷൻ ആണ് ഈ എപ്പിക്കൽ, ലാറ്ററൽ, ഇന്റർകാലറി. അപ്പൊ ഇന്റർകാലറി മെരിസ്റ്റം എവിടെയാണ് കാണുന്നത്? ലീഫിന്റെ ടിപ്പിലും അതേപോലെ നമ്മുടെ നോട്ട്സിലൊക്കെയാണ് കാണപ്പെടുന്നത്. എന്താണ് നോട്ട്സ്? അതായത് ഇപ്പോൾ ഇതൊരു മരമാണെന്ന് കരുതിക്കോ, മരത്തിൽ കുറെ ബ്രാഞ്ചസ് അല്ലേ വരാറുണ്ട്. അപ്പൊ ഈ ബ്രാഞ്ചസിന്റെ ഓരോ ഇതിലും ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ, അതിനെയാണ് നോട്ട്സ്. ഇത് പൊട്ടി മുളയ്ക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ്, ആ ഇടയിലുള്ള ഭാഗത്തിനാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ നോട്ട്സിലും ഇന്റർ നോട്ട്സിലും ഒക്കെ കാണപ്പെടുന്നതാണ് ഏത്? ഇന്റർകാലറി മെരിസ്റ്റം. അതേപോലെ വരുന്നതാണ് നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം എന്തിനാണ്? നമ്മുടെ തിക്നെസ് കൂട്ടാൻ, ഒരു പ്ലാന്റിന്റെ തിക്നെസ്, വീതി കൂടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ലാറ്ററൽ മെരിസ്റ്റം ആണ്. അപ്പൊ തിക്നെസ് ആരാണ്? ലാറ്ററൽ ആണ് കേട്ടോ, തിക്നെസ്. പിന്നെ നമുക്ക് വരുന്നതാണ് എപ്പിക്കൽ മെരിസ്റ്റം, അല്ലെങ്കിൽ അഗ്രം എന്ന് പറയുന്ന അറിയാലോ, ടിപ്പ് ഭാഗങ്ങളിൽ കാണുന്നതാണ് ഈ എപ്പിക്കൽ മെരിസ്റ്റം. അതായത് നമ്മുടെ റൂട്ട്സിന്റെയും സ്റ്റെമ്മിന്റെയും ഒക്കെ ടിപ്പ് ഭാഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ലെങ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടി അല്ലെ. ലെങ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എപ്പിക്കൽ മെരിസ്റ്റം, അല്ലെങ്കിൽ കോണിലുള്ള മെരിസ്റ്റം എന്ന് പറയും കേട്ടോ. അപ്പൊ ഈ കോർക്ക് കാമ്പിയം എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കോർക്ക് സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് കേട്ടോ.
കോർക്ക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഇതിനെ ഫെല്ലോജൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഫെല്ലോജൻ എന്നും വിളിക്കാറുണ്ട്. ഫെല്ലോജൻ എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട് ഈ കോർക്ക് കാമ്പിയത്തിന് കേട്ടോ. അത് കാമ്പിയത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് വരും കാമ്പിയം. കാമ്പിയത്തിൽ വരുന്നതാണ് കോർക്ക് കാമ്പിയ. അത് കോർക്ക് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ അതിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്ന ഫെല്ലോജൻ എന്നാണ്. അതും കൂടി ഓർത്തു വെക്കുക. ഇതിന്റെ അകത്ത് ആൻസർ വരുന്ന നമ്മുടെ എപ്പിക്കൽ മെരിസ്റ്റം ആണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിക്കൽ മെരിസ്റ്റം ആണെന്നുള്ളത്. അത് ടിപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഫാസ്റ്റ് ആയിട്ട് പോവാം. വിച്ച് ഗ്യാസ് ഈസ് അബ്സോർബ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? ഏത് ഗ്യാസ് ആണ് നമ്മൾ ഫോട്ടോസിന്തസിസ് സമയത്ത് അബ്സോർബ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഉള്ളിലേക്ക് എടുക്കുന്നത് ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതാണ്? ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പം നമുക്ക് ആ പ്രോസസ്സ് ഒന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ എന്താണ്? നമ്മൾ സൺലൈറ്റ് യൂസ് ചെയ്യുന്നു, വാട്ടർ യൂസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നു അല്ലേ. പുറത്തേക്ക് വിടുന്ന ആരെയാണ്? ഓക്സിജനെയും അതേപോലെ എന്താണ് ഗ്ലൂക്കോസ് സ്റ്റാർച്ചിന്റെ ഫോർമാറ്റിൽ സ്റ്റോർ ആവുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ആരെയാണ്? സൺലൈറ്റ് ഈ ഓപ്ഷനിലുണ്ടോ? ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെയാ ചോദിച്ചിരിക്കുന്നത്? വാട്ടർ ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അതും ഗ്യാസ് അല്ലല്ലോ വാട്ടർ. അതേപോലെ പിന്നെ ഓപ്ഷനിൽ വന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ. അത് ഓപ്ഷനിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്ക്. ഉണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് എന്ത് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. പുറത്തേക്ക് വിടുന്ന ഏതാണ്? റിലീസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എഴുതണം? ഓക്സിജൻ ആണ് കേട്ടോ ആൻസർ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചെഴുതുക. ഓക്സിജൻ ആണ്. റിലീസ് ചെയ്യുന്നത് ഓക്സിജൻ ആണ് കേട്ടോ. പ്ലാന്റ് ഫോട്ടോസിന്തസിസ് നടന്നതിന് ശേഷം നമുക്ക് നോക്കാം ആൻസർ കറക്റ്റ് ആണോ എന്ന്. കറക്റ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ലീവ്സ് എടുത്തതിന് ശേഷം അത് എന്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യും? കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ നമുക്ക് പ്രൊഡ്യൂസ് ആവുന്ന ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും? സ്റ്റാർച്ച് ആയിട്ടായിരിക്കും എന്ത് അവിടെ സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് പ്ലാന്റ് ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൽ ഇലോങ്ങേഷൻ? അതായത് സെൽ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശത്തിന് നീളം കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. നീളം കൂട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. നീളം കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ് ഇതില്? സൈറ്റോകൈനിൻ ആണോ, ഗിബെർലിൻസ് ആണോ, ഓക്സിൻ ആണോ, എത്തിലിൻ ആണോ? അപ്പൊ നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഫങ്ഷൻസ് അറിഞ്ഞിരിക്കണം അല്ലെ. ഇത് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സൈറ്റോകൈനിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയോ? സൈറ്റോകൈനിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഈ ലീഫിന്റെ ഏജ് ഇല്ലേ, ഡിലേ ആക്കാൻ വേണ്ടിയിട്ട്. അത് ഏജ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? ഈ ഇലകൾ പഴുത്ത് കൊഴിഞ്ഞു പോകാറില്ലേ, ആ ഒരു സംഭവം എന്താണ്? ഇവർ ഡിലേ ചെയ്യുക, അതായത് താമസിപ്പിക്കും. പെട്ടെന്ന് കൊഴിഞ്ഞു പോവാതെ ആ ലീഫ് അവിടെ നിൽക്കുന്ന രീതിയിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇത് സൈറ്റോകൈനിൻ. അതിനുശേഷം നമുക്ക് വരുന്ന ഏതാണ്? ജിബെർലിൻ ആണ്. ഇതെന്തിനാണ്? നമ്മുടെ ഫ്രൂട്ട്സിന്റെയും പഴങ്ങളുടെയും ഫ്ലവേഴ്സിന്റെയും പുഷ്പങ്ങളുടെയൊക്കെ ഡെവലപ്മെന്റിന്, അതിന്റെ കാര്യങ്ങൾ, അത് എന്താണ് വളരാനുള്ള എല്ലാ ഡെവലപ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ജിബെർലിൻ ആണ്. അതേപോലെ സീഡ് ജെർമിനേഷൻ, ഒരു പുതിയ വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? ജിബെർലിൻ ആണ്. പിന്നെ നമുക്ക് വരുന്ന രണ്ട് ഓപ്ഷനാണ് ഓക്സിനും എത്തിലിനും. എത്തിലിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളെ ഫ്രൂട്ടൊക്കെ റൈപ്പ് പഴുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പഴവർഗ്ഗങ്ങൾ പഴുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഏത് ഹോർമോൺ ആണ്? എത്തിലിൻ ഹോർമോൺ ആണ്. അപ്പൊ ഇതും അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം അല്ലെ. ഈ മൂന്ന് ഓപ്ഷൻ അല്ലെന്ന് കൺഫേം ചെയ്യാം. അപ്പൊ ആരാണ് ബാലൻസ് വരുന്നത്? ഓക്സിൻ ആണ് അല്ലെ. ഓക്സിൻ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? സെൽ എലോങ്ങേഷൻ അല്ലെ. നീളം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് പ്ലാന്റ്സിൽ? ഓക്സിൻ ആണ്. മറന്നു പോരുത് കേട്ടോ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്സിൻ ആണ് സെൽ എലോങ്ങേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. എവിടെയാണ്? സ്റ്റെംസിലും ഷൂട്ട്സിലും ഒക്കെ കാണുന്നതാണ് ഈ ഓക്സിന്റെ പ്രസൻസ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഓർഗൻ ഇൻ പ്ലാന്റ്സ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പിറേഷൻ? ട്രാൻസ്പിറേഷൻ ഏത് പ്ലാന്റ്സിലെ ഏത് ഭാഗമാണ് ട്രാൻസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ട്രാൻസ്പിറേഷനെ പറ്റി പറഞ്ഞാണ്. എന്താണ്? അതായത് ലീവ്സിന്റെ ഈ തുമ്പ് ഭാഗം ഇല്ലേ, തുമ്പ് ഭാഗത്തുനിന്ന് ഇവിടുന്നും ഒക്കെ പോകാറുണ്ട്. ഇങ്ങനെ ഡ്രോപ്ലെറ്റ് പോലെ വെള്ളം ലൂസ് ആവുന്നത്, അതായത് എന്താണ്? വെള്ളം പുറത്തേക്ക് പോകും. അതൊരു നമ്മളുടെ ബോഡിയിൽ എന്താണ്?
നമ്മൾ ബോഡി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്താണ് നമ്മുടെ ബോഡിയെ കൂൾ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ എന്താണ് സ്വെറ്റ് ഉണ്ടാവാറുണ്ട് അല്ലേ, വിയർക്കാറുണ്ടല്ലേ നമ്മളൊക്കെ. ആ വിയർപ്പ് പോലെ സെയിം പ്രക്രിയയാണ് നമ്മുടെ ബോഡിയിൽ വിയർപ്പ് ഉണ്ടാവുന്ന പോലെയാണ് പ്ലാന്റ്സിന്റെ ബോഡിയിൽ എന്തുണ്ടാവും, ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതെന്താണ്, വെള്ളം ഇതേ കണക്ക് ഡ്രോപ്ലെറ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അത് ഏത് പാർട്സിലാണ് ഉണ്ടാവുന്നത്, ലീവ്സിലാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ലീവ്സിലാണ് ഉണ്ടാവുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, ലീഫാണ് കേട്ടോ, ലീഫാണ്. പക്ഷെ റൂട്ട് എന്തിനാണ്, നമ്മുടെ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കാനാണെന്ന് നമുക്കറിയാം. സ്റ്റെം എന്തിനാണ്, അതിന്റെ ലെങ്ത് കൂടി അതിങ്ങനെ നീളം കൂടി പോകാനും അതിന്റെ സ്ട്രക്ചറിനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സ്റ്റെം. അപ്പൊ അതും അല്ല എന്നറിയാം. ഫ്ലവർ എന്തിനാണ് മെയിൻ ആയിട്ട് നമ്മളുടെ പ്ലാന്റ്സിൽ വരുന്നത്, അതായത് ഈ പരാഗണം പ്രോസസ്സ് നടക്കുക. അതായത് ഈ ഫ്ലവേഴ്സിന് എന്താണ്, നല്ല കളർഫുൾ ആയിരിക്കും. ഈ കളർ കണ്ടിട്ടായിരിക്കും ഈ ഇൻസെക്ട്സ് അതിലേക്ക് അട്രാക്റ്റ് ആയിട്ട് അതിൽ വന്നിരിക്കുകയും പരാഗണം എന്നുള്ള പ്രോസസ്സ് ആ ചെടിയിൽ വന്നിരുന്നിട്ട് അടുത്ത ചെടിയിൽ പോകുമ്പോഴത്തേനും അവിടെ എന്ത് നടക്കും, പരാഗണം നടക്കും. അപ്പൊ എന്താണ്, പുതിയൊരു വെറൈറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഫ്ലവേഴ്സിന്റെ എയിം എന്താണ്, പോളിനേഷൻ നടത്താനാണ് അതിന്റെ മെയിൻ എയിം. അതേപോലെ ഫ്രൂട്ട്സ് ഉണ്ടാവാനും സീഡ്സ് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ആൻസർ എന്താണ്, ലീഫാണ് കേട്ടോ ഇവിടുത്തെ ആൻസർ. നമുക്ക് നോക്കാലോ, കണ്ടോ, ട്രാൻസ്പിറേഷൻ മെയിൻലി ഒക്കേഴ്സ് ത്രൂ സ്റ്റൊമാറ്റ പ്രസന്റ് ഓൺ ലീവ്സ്. ലീവ്സിൽ ഏത് ഭാഗത്താണ്, സ്റ്റൊമാറ്റോയിലാണ് എന്തുണ്ടാവുന്നത്, ട്രാൻസ്പിറേഷൻ. ഈ സ്റ്റൊമാറ്റോയിൽ എന്താണ്, ഗാർഡ് സെൽസ് ഉണ്ട് അല്ലെ. സ്റ്റൊമാറ്റോയിൽ ഗാർഡ് സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ പയറ് പോലെയൊക്കെ ഇരിക്കും. പയറ് പോലെ ഇരിക്കുന്ന സെൽസ് ആണ് എന്ത്, നമ്മളുടെ ഗാർഡ് സെൽസ് കേട്ടോ. ഇതിങ്ങനെ രണ്ടെണ്ണം ജോയിന്റ് ചെയ്തിരിക്കും. ഇത് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനത്തെ എന്താണ് നമ്മുടെ ട്രാൻസ്പിറേഷൻ നടക്കുന്ന എന്തിലാണ്, നമ്മുടെ സ്റ്റൊമാറ്റോയിലാണ്. സ്റ്റൊമാറ്റോയിൽ ഗാർഡ് സെൽസ് പ്രസന്റ് ആണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചിരിക്കുക. ദ ഓപ്പണിംഗ് ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത് വരുന്നത്. ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റോ ആർ കൺട്രോൾഡ് ബൈ. അതായത് ഈ സ്റ്റൊമാറ്റോ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റൊമാറ്റോയുടെ ഓപ്പണിങ്ങും ക്ലോസിങ് ചെയ്യുമെന്ന് പറയില്ല. ഈ ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിലൂടെ എന്താണ്, ഗ്യാസ് എക്സ്ചേഞ്ച്. അതായത് നമ്മൾ പുറത്തേക്ക് ഓക്സിജൻ വിടുമല്ലോ ഈ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാൽ, അതേപോലെ അകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കണമല്ലോ. ഇതൊക്കെ ഈ സ്റ്റൊമാറ്റോ വഴിയാണ് എടുക്കുന്നത്. അതേപോലെ ട്രാൻസ്പിറേഷൻ നടക്കുമ്പോൾ ഈ വാട്ടർ ലോസ് ഉണ്ടാവുമല്ലോ. വാട്ടർ ലോസ് ഉണ്ടാവുന്നതും ഏത് വഴിയാണ്, സ്റ്റൊമാറ്റോ വഴി. ഇതിനെ കൺട്രോൾ ചെയ്യാൻ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ ഒരു സെല്ലുണ്ട്. അതിന് പറയുന്നതാണ് എന്ത്, ഗാർഡ് സെൽസ്. നമ്മുടെ ഓപ്ഷനിൽ ഗാർഡ് സെൽസ് ഉണ്ടല്ലോ, അത് സെക്യൂരിറ്റി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്യേണ്ട സമയത്ത് ഓപ്പൺ ആവും, ക്ലോസ് ചെയ്യേണ്ട സമയത്ത് ക്ലോസ് ആവും അല്ലെ. അപ്പൊ റൂട്ട് ഹെയർസ് എന്തിനാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. നമ്മളുടെ വേരുകളിൽ ഉള്ള ഹെയർസ് ആണ് റൂട്ട് ഹെയർസ് എന്ന് അറിയപ്പെടുന്നത്. അതെന്തിനാണ്, സോയിലിൽ നിന്നും വാട്ടറിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതല്ലാന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. അതേപോലെ ഈ പാലസൈഡ് സെൽസ് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ഒരു ചാൻസ് ഉണ്ട് അല്ലെ. പാലസൈഡ് സെൽസ് അതെന്താണ്, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിലെ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ക്ലോറോപ്ലാസ്റ്റില് ആ ഒരു സെൽസിനെയാണ് എന്ത് വിളിക്കുന്നത്, പാലസൈഡ് സെൽസ്. ഈ പാലസൈഡ് സെൽസിലാണ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്. ഈ ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലെ. അപ്പൊ പാലസൈഡ് സെൽസിന്റെ കാര്യം മറന്നുപോയത്. അത് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പാലസൈഡ് സെൽസ് കേട്ടോ. ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും സ്റ്റൊമാറ്റോയുടെ ഹെൽപ്പ് ചെയ്യുന്നത് ഗാർഡ് സെൽസ് ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് എന്നൊക്കെ അറിയപ്പെടും കേട്ടോ അവരെ. അപ്പൊ പിന്നെ സൈലം നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലെ കണ്ടതാണ്. സൈലം എന്തിനാണ്, വാട്ടർ ട്രാൻസ്പോർട്ടേഷനും മിനറൽസിന്റെ ട്രാൻസ്പോർട്ടിനുമാണ് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ്സിന് കേട്ടോ. അപ്പൊ ആൻസർ എന്താണ്, നമ്മുടെ ഗാർഡ് സെൽസ് ആണ്. നമുക്ക് നോക്കാമല്ലോ ആൻസർ കറക്റ്റ് ആണോ എന്ന്. ഗാർഡ് സെൽസ് ആണ്. ഗാർഡ് സെൽസ് എന്ത് ചെയ്യും, സോൾ ആൻഡ് ഷ്രിങ്ക്, അതായത് ചുരുങ്ങുകയും അതേപോലെ ഇതിങ്ങനെ വീർക്കുകയും ചെയ്യും. അതായത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുമുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ഗാർഡ് സെൽസിനുണ്ട്. എന്തിനാണ്, ഗ്യാസ് എക്സ്ചേഞ്ചിനും ചെയ്യുന്നുണ്ട്, അതേപോലെ ട്രാൻസ്പിറേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. മറന്നു പോരുത്, ഒരു ഫംഗ്ഷൻ മാത്രമല്ല. ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ, ആ എക്സ്ചേഞ്ച് മാത്രമല്ല, എന്ത്, ട്രാൻസ്പിറേഷൻ വഴി വെള്ളം പുറത്തേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, ഗാർഡ് സെൽസ് ആണ് സ്റ്റൊമാറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്. പൂക്കാത്ത ചെടി ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പുഷ്പം വരാത്തത്. മാംഗോ ആണോ, റോസ് ആണോ, ഫേൺ ആണോ, വീറ്റ് ആണോ? നമുക്ക് നോക്കാം. മാംഗോയില് പൂങ്കൊല വരാറുണ്ടല്ലേ അല്ലെ. മാങ്ങാ മരത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പൂങ്കൊല പിടിച്ച് കിടക്കുന്നത്? അപ്പൊ അതിൽ പൂക്കാറുണ്ട്. അപ്പൊ ഇതല്ല. റോസ് നമുക്കറിയാം, റോസാപ്പൂ. അപ്പൊ അതും അല്ല. പിന്നെ വരുന്നത് ഫേണും വീറ്റും ആണ്. വീറ്റിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കൊലച്ച് കിടക്കുന്ന കണ്ടിട്ടില്ലേ അതിന്റെ പൂവ്? അപ്പൊ വീറ്റും അല്ല, അതും പൂക്കാറുണ്ട്. അപ്പൊ വീറ്റ് അല്ലെന്ന് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ വരുന്ന ഏതാണ്, ഫേൺ ആണ്. ഫേൺ എന്താണ്, പൂക്കാത്ത ചെടികളിൽ
കാറ്റഗറൈസിൽ വരുന്നതാണ് ഈ ഫേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ ഇലയൊക്കെ ഇല്ലേ, നമ്മളെടുത്ത് കയ്യിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു വൈറ്റ് കളറ് പാച്ചസ്, ഒരു കളർ കാണും. അത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പം ആ ലീഫിൻ്റെ അതേ സെയിം ആ ഒരു സ്ട്രക്ചർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പതിയാറുണ്ട്. ടാറ്റു പോലൊക്കെ നമുക്കിങ്ങനെ പണ്ടെടുത്ത് വെച്ച് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ, കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്ത്. അപ്പൊ ആ ഒരു ഇതാണ് ഫേൺ എന്ന്. അത് ടെറിഡോഫൈറ്റ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് ഈ ഫേൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഫേൺ ആണ്. ഇതിന് പൂക്കാറില്ല, ഇതിന് പൂക്കൾ ഉണ്ടാവാറില്ല കേട്ടോ. പൂക്കാത്ത സസ്യം ഏതാണ്? ഫേൺ ആണ്. ടെറിഡോഫൈറ്റ്സിന്റെ കാറ്റഗറിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, ഫേൺസ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പോർസ് വഴി. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വെള്ള പൊടി ഇല്ലേ, അതിൻ്റെ അകത്ത് ഒരു പൊടിയുണ്ട്. ആ പൊടി വഴിയാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ബിലോങ് ടു ഏതിലാണ്? ടെറിഡോഫൈറ്റ്സ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് എന്താണ്? ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഐറ്റംസിനെയാണ് നമ്മൾ ടെറിഡോഫൈറ്റ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് ഫേൺ ആരാണ്? ടെറിഡോഫൈറ്റ്സ് ആണ്. അതായത് ഫ്ലവർ, പുഷ്പങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റ്സ് ആണ് ഈ ഫേൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ദ ഫുഡ് പ്രിപ്പയർഡ് ബൈ പ്ലാന്റ്സ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ്. അതായത് ഈ ഭക്ഷണം ഉണ്ടാക്കാറുണ്ടല്ലോ, ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് വഴി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ പ്ലാന്റ്സ്, അത് ഏത് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ഫോമിലാണ്? നമുക്കിവിടെ ഓപ്ഷൻ വരുന്നുണ്ട്. ഗ്ലൂക്കോസ് വരുന്നുണ്ട്, സ്റ്റാർച്ച് വരുന്നുണ്ട്, സുക്രോസ് വരുന്നുണ്ട്, ഫ്രക്ടോസ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താണ്? നമ്മുടെ ഗ്ലൂക്കോസ് ആണ്. നമ്മൾക്ക് ഒരു കൺഫ്യൂഷൻ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് ഓപ്ഷൻസിൽ. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂക്കോസും സ്റ്റാർച്ചും തമ്മിലായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്, ഇതിൽ ആരായിരിക്കും എന്ന്. പക്ഷെ നമുക്ക് സുക്രോസ് ഏതാന്ന് പറയും, നമ്മളുടെ ഫുഡ് ഐറ്റംസിലൊക്കെ ആഡ് ചെയ്യുന്ന ടേബിൾ ഷുഗർ എന്ന് പറയത്തില്ല, നമ്മുടെ പഞ്ചസാര, അതിനെയാണ് സുക്രോസ് എന്ന് പറയുന്നത്. അതായത് ഈ ഷുഗർ കെയിൻ, നമ്മുടെ കരിമ്പിൽ നിന്ന് കിട്ടുന്ന അതിനെയൊക്കെയാണ് സുക്രോസ് എന്ന് പറയുന്നത്. നമ്മളുടെ എന്തിലാണ് ചേർക്കുന്നത്? നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെ ഡെയിലി നമ്മൾ ചേർക്കാറുള്ള നമ്മുടെ ടേബിൾ ഷുഗർ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗറിനെയാണ് സുക്രോസ് എന്ന് പറയുന്നത്. അതല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഫ്രക്ടോസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പഴങ്ങളിലൊക്കെ കാണുന്ന ഒരു മധുരം ഉണ്ടല്ലോ, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു മധുരം ഉണ്ടല്ലോ, നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുന്നില്ല. ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിലൊരു മധുരം ഓൾറെഡി ഉണ്ടല്ലോ, ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ. ആ ഒരു മധുരം എന്താണ്? ഫ്രക്ടോസ് കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഫ്രക്ടോസ് അല്ലെന്ന് കൺഫേം ആയി. പിന്നെന്താണ്? സ്റ്റാർച്ച് വരുന്നുണ്ട്, ഗ്ലൂക്കോസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് എന്താണ് നമ്മളുടെ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്തിനാണ്? സൺലൈറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് എന്താണ് റിലീസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസും എന്താണ് ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞല്ലേ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ, ഗ്ലൂക്കോസ് ആണോ സ്റ്റാർച്ച് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോമാണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് ഫോമിലാണ്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഗ്ലൂക്കോസ്. പക്ഷെ അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാർച്ചിന്റെ ഫോമിലായിരിക്കും ഇതിനെ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും. അപ്പൊ ആൻസർ ഏതാണ്? സ്റ്റാർച്ച് ആണ്. ഗ്ലൂക്കോസ് തെറ്റാണ്. ഗ്ലൂക്കോസ് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ഓക്സിജന്റെ കൂടെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് പിന്നെ എന്ത് ഫോമിലോട്ട് കൺവേർട്ട് ആവും? സ്റ്റാർച്ച് ഫോമിലോട്ട് കൺവേർട്ട് ആയിട്ടാണ് അതിനെ അവിടെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. കണ്ടല്ലോ, പ്ലാന്റ്സ് സ്റ്റോർ എക്സസ് ഗ്ലൂക്കോസ്. അധികമായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ എന്തായിട്ട് സ്റ്റോർ ചെയ്യും? സ്റ്റാർച്ച് ആയിട്ട് ലീവ്സിലും സ്റ്റെംസിലും റൂട്ടിലും സ്റ്റോർ ചെയ്ത് വെക്കും, ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട്. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇതിന് എനർജി ആവശ്യമാണല്ലോ, മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ എനർജി വേണം. എനർജി ആണല്ലോ ഈ സ്റ്റാർച്ച്. അപ്പൊ ഈ എനർജിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഡെവലപ്സ് ഇൻ ടു എ ഫ്രൂട്ട്? ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇതിൽ ഏത് ഭാഗമാണെന്നാണ്? സെപ്പലാണോ, പെറ്റലാണോ, ഓവറി ആണോ, ഒവ്യൂൾ ആണോ? ഇതിൽ തന്നെ നോക്കുമ്പം സെപ്പൽ ഏതാണ്? നമ്മളുടെ ചെമ്പരത്തിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു പച്ച കളർ, അതായത് ഈ ചെമ്പരത്തിയുടെ പൂ വിരിയുന്നതിന് മുന്നേ ഒരു പച്ച കളർ കവറിങ് കാണുമല്ലോ അതിൻ്റെ അകത്ത്. ആ കവറിങ്ങിനെയാണ്, ആ പച്ച കളർ പ്രൊട്ടക്ഷൻ കവറിങ്ങിനെയാണ് പറയുന്നത് എന്ത്? സെപ്പൽ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് സെപ്പൽ മെയിൻലി അതിന് വെച്ചിരിക്കുന്നതെന്ന് അറിയോ? അതായത് ഈ ഇൻസെക്ട്സ് ഒക്കെ ഇല്ലേ, വണ്ടൊക്കെ വന്ന് ഇതിനെ എന്താണ് നശിപ്പിച്ച് കളയും. ഈ പൂവിനെ നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ് പുഴുക്കളും അതും ഇതൊന്നും വന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പോലെ ആക്ട് ചെയ്യുന്നതാണ് ഈ പച്ച കളറിലെ ആ ഒരു കവറിങ്. ആ കവറിങ്ങിനെയാണ് പറയുന്നത് സെപ്പൽ എന്ന് പറയുന്നത് കേട്ടോ.
പുഷ്പദളം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ വരുന്നതാണ് പെറ്റൽ. പെറ്റൽ ഏതാണ്? നമ്മുടെ ഇതളുകളില്ലേ, അതായത് ആ കളർഫുൾ ആയിട്ടുള്ള ഇതളുകളെയാണ് പെറ്റൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ടും അല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത്. പിന്നെ വരുന്ന ഏതാണ്? ഓവറിയും ഒവ്യൂളും ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതാണ്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒവ്യൂൾസ് എന്തായിട്ടാണ് മാറുന്നത്? സീഡ്സ് ആയിട്ടാണ് മാറുന്നത്. അതായത് വിത്തുകളായിട്ട് മാറുന്നത് ഒവ്യൂൾസ് ആണ്. ഓവറി എന്തായിട്ടാണ് അപ്പൊ മാറുന്നത്? ഫ്രൂട്ട് ആയിട്ട്. അപ്പൊ ആൻസർ ഏതാണ് ഇവിടെ? ഓവറിയാണ് ആൻസർ. ഇത് തെറ്റാണ്. ഒവ്യൂൾ എന്തായിട്ടാണ് മാറുന്ന? സീഡായിട്ട്, വിത്തായിട്ടാണ് മാറുന്നത്. ഓവറി അല്ലെങ്കിൽ അണ്ഡാശയം എങ്ങോട്ടേക്കാണ് മാറുന്നത്? ഫ്രൂട്ട് ആയിട്ടാണ് മാറുന്നത് കേട്ടോ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, അതായത് ഈ ഫ്യൂഷൻ നടക്കുമല്ലോ, അതായത് എന്താ ഫീമെയിലും മെയിലും തമ്മിലുള്ള ആ ഫ്യൂഷൻ നടന്നു കഴിയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഓവറി എന്തായിട്ട് മാറും? നമ്മളുടെ ഫ്രൂട്ട് ആയിട്ട് മാറും. ഒവ്യൂൾസ് എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അതായത് ഈ ഓവറിക്ക് അകത്താണ് ഒവ്യൂൾസ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഓവറി എന്തായിട്ട് മാറും? അതൊരു ഫ്രൂട്ട് ആയിട്ട് മാറും. ആ ഫ്രൂട്ടിന്റെ അകത്തിരിക്കുന്ന സീഡാണ് ഏത്? ഒവ്യൂള് കേട്ടോ, മറന്നു പോരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The transfer of pollen from anther to stigma is called. അതായത് നമ്മളുടെ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് എന്താണ്? പൂമ്പൊടി അത് ട്രാൻസ്ഫർ ആവുന്ന ആ പ്രോസസ്സിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ജെർമിനേഷൻ കൊടുത്തിട്ടുണ്ട്, പോളിനേഷൻ കൊടുത്തിട്ടുണ്ട്, ഫെർട്ടിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്, ഹൈബ്രിഡൈസേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ജെർമിനേഷൻ നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ എന്താണ് വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നതിനെയാണ്, അതൊരു പുതിയ പ്ലാന്റിലേക്ക് മാറുന്ന ആ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ജെർമിനേഷൻ. അപ്പൊ ജെർമിനേഷൻ അല്ലല്ലോ, ജെർമിനേഷൻ അല്ല. പിന്നെ ഫെർട്ടിലൈസേഷൻ വരുന്നുണ്ട്, ഹൈബ്രിഡൈസേഷൻ, പോളിനേഷൻ വരുന്നുണ്ട് അല്ലെ? ഹൈബ്രിഡൈസേഷൻ എന്താണ്? ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ജനിതകമായിട്ട് വ്യത്യാസമുള്ള 2 ചെടികളെ തമ്മിൽ പരാഗണം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്? പുതിയ ഒരു പ്ലാന്റ്. ആ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്നാണ്. പുതിയ ഒരു ചെടിയെ, അതായത് ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 പ്ലാന്റ്സിനെ ക്രോസ് ചെയ്ത് പോളിനേഷൻ നടത്തി കിട്ടുന്ന ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പുതിയൊരു പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഹൈബ്രിഡൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്താണ്? നമ്മുടെ ഫീമെയിലും മെയിൽ ഗാമേറ്റ്സും കൂടെ ഫ്യൂഷൻ ചെയ്യുന്നതാണ്. ആ ഫ്യൂഷൻ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതും അല്ല, നമുക്ക് ക്യാൻസൽ ചെയ്യാം. പൂമ്പൊടി, പോളൻ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പോളൻ ഗ്രെയിൻസും പോളിനേഷനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ? പോളിനേഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണ് പോളിനേഷൻ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ പോളിനേഷൻ നടക്കുന്നത്? അതായത് ഈ പൂ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിൽ എന്തായാലും പൂമ്പൊടി കാണുമല്ലോ. ഈ പൂമ്പൊടിയിലേക്ക് ഏതെങ്കിലും ഇൻസെക്റ്റോ അല്ലെങ്കിൽ കാറ്റടിച്ചിട്ടാണെങ്കിലോ എങ്ങനെ പല രീതിയിൽ ഇത് ട്രാൻസ്ഫർ ആവും. അപ്പം മെയിൻലി നമ്മൾ പറയാറുള്ളത് ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സ് വന്ന് അതിൽ തേൻ കുടിക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ ഇൻസെക്ട്സിന്റെ ബോഡിയിൽ ഇത് പറ്റിയിട്ട് ആ ഇൻസെക്ട്സ് എന്താണ് അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഫ്ലവറിൽ പോയി ഇരിക്കുകയാണ്. അപ്പൊ എന്താണ്? അവിടെ പോളിനേഷൻ നടക്കുകയാണ്, പരാഗണം നടക്കുവാണ്. ഈ പരാഗണം നടക്കുന്നതിനാണ് പറയുന്നത് എന്ത്? പോളിനേഷൻ എന്ന് കേട്ടോ. അപ്പം എന്താണ്? ആ പരാഗണം നടക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് ഈ പൂമ്പൊടി വന്ന് വീഴുകയാണ് കേട്ടോ. അപ്പൊ ആ വീഴുന്ന സമയത്ത് എന്ത് പറ്റുന്നു? അവിടെ പരാഗണം നടക്കുന്നു. പുതിയ ചിലപ്പം വൈറ്റ് കളർ ഫ്ലവർ ആയിരിക്കും. ആദ്യമേ ചെന്നിരിക്കുന്ന വൈറ്റ് കളർ ഫ്ലവറിലായിരിക്കും, പിന്നെ വേറൊരു കളർ ഫ്ലവറിൽ വന്നിരിക്കും, ഒരു പിങ്ക് കളറിൽ ചെന്നിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് പറ്റും? ഈ വൈറ്റ് കളറിന്റെ പോളൻ ഗ്രെയിൻസ് ആ പിങ്ക് കളറിൽ വീഴുമ്പോൾ ചിലപ്പം ഹാഫ് ഈ 4 മണി പൂ എന്ന് 4 o'clock പ്ലാന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ 4 മണി പൂവിന്റെ അകത്ത് ശ്രദ്ധിച്ചാൽ മതി. ഇത് പെട്ടെന്ന് ഈ ക്രോസ് പോളിനേഷൻ നടന്നിട്ട് ഹാഫ് ഒരു കളർ ഹാഫ് ഒരു കളറൊക്കെ ഉണ്ടാവാറുണ്ട്. വൈറ്റ് പകുതി വരും, പിങ്ക് പകുതി വരും, യെല്ലോ കളർ വൈറ്റ് ഒക്കെ ഇങ്ങനെ പകുതി വരാറുണ്ട്. ഇതിന്റെ മെയിൻ കാരണം എന്താണ്? പോളിനേഷൻ ആണ്. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കാലോ. കണ്ടോ? പോളിനേഷൻ is the first step in sexual reproduction of flowering plants. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നടക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പോളിനേഷൻ ആണ്, പരാഗണമാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടെ നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് മെയിൽ ഫീമെയിൽ ഗാമേറ്റ്സും കൂടി ഫ്യൂഷൻ നടത്തുന്ന ആ പ്രോസസ്സ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രോസസ്സ് വഴി ഉണ്ടാവുന്ന എന്താണ്? പോളിനേഷൻ നടക്കുമ്പോഴാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അവിടെ നടക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ഓർത്തു വെക്കുക.
അപ്പം നിങ്ങൾ മാക്സിമം ഒരു 12 ക്വസ്റ്റ്യൻസ് നമ്മൾ PYQ ചെയ്തെന്ന് തോന്നി ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ്, അതേപോലെ ഇനി വരാനുള്ള, അതായത് ഓരോ ഓപ്ഷൻ കിട്ടുമ്പം അതിൻ്റെ ഫംഗ്ഷനും കൂടിയാണ് നമ്മൾ പഠിച്ചു പോയിട്ടുള്ളത് അല്ലേ. അപ്പം എന്താണ്, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻസ് എല്ലാം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇപ്പം ആ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്ത്, ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയത് ഓക്സിൻ സെൽ എലോങ്ങേഷന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ആ ഓപ്ഷൻസിൻ്റെ എല്ലാ ഫംഗ്ഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻ കേസ് ക്വസ്റ്റ്യൻ മാറ്റി ജിബർലിൻ്റെ എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, ആ ഹോർമോൺ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ. അതേപോലെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓരോ ഓപ്ഷൻസും ക്വസ്റ്റ്യൻസ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്താണ് പഠിക്കുന്നത്. അപ്പം ഒരു 12 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ മോർ ദാൻ ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ഇതിൻ്റെ അകത്തും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലാന്റ് ബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഹാപ്പി ആയിട്ട് അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പഠിത്തത്തിൽ മാത്രമായിരിക്കണം. അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിച്ച് വരുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തായാലും റിഗ്രറ്റ് ഉണ്ടാവില്ല. കാരണം എത്രത്തോളം നമ്മൾ പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് അറിവ് കൂടത്തേ ഉള്ളൂ, ഒരിക്കലും അത് കുറഞ്ഞു പോകുന്നില്ല. അപ്പം നിങ്ങൾ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക, ഹാപ്പി ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബോഡിക്കൊക്കെ റെസ്റ്റ് കൊടുക്കണം. അത്യാവശ്യം അതൊക്കെ ആദ്യമേ നോക്കണം കേട്ടോ. നമ്മുടെ ബോഡിക്ക് ഹെൽത്തും കാര്യങ്ങളും എല്ലാം ഓക്കെ ആക്കുക. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. വെള്ളം കൂടുതലായിട്ട് കുടിക്കുക. കാരണം നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി എപ്പോഴും വെച്ചാലും നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് പഠിത്തത്തിൽ നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അതേപോലെ എല്ലാ പോർഷൻസും ഈസി ആയിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ താങ്ക് യു.